ഇനി നമ്മൾ ഒരു imperative sentence പഠിക്കുകയാണ്. Open the book. Open the book. Open the book. Will you? ഇത് imperative sentence ആണ്. Will you or want you? Want you. രണ്ടും പറയാവുന്നതാണ്. Open the book. Will you or want you? Yes. Take the box. Will you or want you? Okay. Negative ആണെങ്കിൽ നെഗറ്റീവ് ആകുമ്പോൾ ഓപ്പൺ ദ ബുക്ക് വിൽ യു വാണ്ട്, ഡോണ്ട് ടേക്ക് ദ ബോക്സ് വിൽ യു ഓർ വാണ്ട് യു. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നു. മറ്റൊരു ഉദാഹരണം. There is something wrong. There is something wrong. There is nothing wrong. ഈ രണ്ട് സെന്റൻസുകളിൽ ആദ്യത്തെ സെന്റൻസ് പോസിറ്റീവും രണ്ടാമത്തെ സെന്റൻസ് നെഗറ്റീവുമാണ്. Isn't there ക്വസ്റ്റ്യൻ ആണോ? ഇവിടെ ഈസ് ദർ, അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് കൊടുക്കാം. അപ്പം ഇവിടെ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവും ആയിരിക്കും. മറ്റു നെഗറ്റീവ് സെന്റൻസുകൾ സൂചിപ്പിക്കുന്ന വാക്കുകൾ nobody, nobody smiles. Nobody smiles എന്നുള്ള സെന്റൻസ് നെഗറ്റീവാണ്. ഈ nobody എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ പ്ലൂറലായിട്ടും nobody smiles. Do they? Okay. Karun draws a picture. അവിടെ നമ്മൾ കരുൺ never draws a picture. ഇവിടെ കരുൺ draws a picture, doesn't he എന്നാണെങ്കിൽ ഇവിടെ കരുൺ never draws a picture, does he എന്നാണ്. ഓക്കെ, ഡസ് ഹി എന്നാണ് വരിക. ഇവിടെ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവാണ്. ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവാണ്, ടാഗ് നെഗറ്റീവാണ്. ഓക്കെ. മഞ്ജു has been, okay, hasn't, okay, has been doing her work since yesterday. Hasn't she എന്നാണ് പറയുക. hasn't been she എന്ന് പറയും, hasn't she എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഓക്കെ. There is a little water in the tank. There is a little water in the tank. ഇവിടെ സെൻറ്റൻസ് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. എ ലിറ്റിൽ എന്നാണ് ഉപയോഗിച്ചിരുന്നത്. There is a little water in the tank. Isn't there? Question ആണ്. Isn't there? Yes. There is little water in the tank. Is there?
ഇത് ചോദ്യമാണ്. ഇവിടെ നെഗറ്റീവാണ് അതുകൊണ്ട് ടാഗ് പോസിറ്റീവായി മാറുകയും ചെയ്യുന്നു. ടാഗ് പോസിറ്റീവായി മാറുന്നു. ഷാജു made the bridge alone. Shaju didn't make the bridge alone. ഇവിടെ didn't he എന്നും ഇവിടെ ഡിഡ് ഹി എന്നുമാണ് ടാഗ് വരുന്നത്. അപ്പം സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. മറ്റൊരു ഉദാഹരണം, ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ആമൻ്റായി എന്നുള്ളൊരു പ്രയോഗമില്ലാത്തതുകൊണ്ട് ആറിൻ്റായി. ഓക്കെ. I am not a teacher. I am not a teacher. Am I? Okay. You are a doctor. Aren't you? You are not a doctor. Doctor. Are you? ഇത്തരം കാര്യങ്ങൾ ഈ ടെൻസിൽ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ പഠിക്കുന്നു. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ചോദിച്ചാൽ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് അങ്ങനെയല്ലേ അങ്ങനെയാണോ എന്ന് പറയുന്നതാണ്. No one attends the class. Attends the class. Okay. Everyone attends the class. Okay. Everyone attends the class എന്നുള്ളത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ ടാഗ് നെഗറ്റീവ്. ഡു ദേ എന്നാണ്. ഇത് ഡോൺ ദേ എന്നാണ്. ഡോൺ ദേ. ഇത് നോ വൺ അറ്റൻഡ്സ് എ ക്ലാസ് എന്നാണ്, നെഗറ്റീവാണ്. ഡു ദേ എന്നാണ്. ഇവിടെ നമ്മൾ ഇത് സിംഗുലർ ആണെങ്കിലും അടുത്ത ടാഗിലേക്ക് വരുമ്പോൾ ഇത് പ്ലൂരൽ ആവുകയും ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സിംഗുലർ ആയിട്ട് നോ എവ്രി വൺ അറ്റൻഡ്സ് എന്നത് ക്ലാസ് ഡോൺ ദേ എന്നാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. മറ്റൊരു ചോദ്യം, he became the president of the organization. He became the president of the organization. Didn't he? He did not become the president of the organization. President of the organization. Organization. Did he? ചോദ്യമാണ്. He did not become the president of the organization. Did he? Gandhiji never tells a lie. Gandhiji never tells a lie എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. Doesn't he? ഗാന്ധി എന്നുള്ള നൗണിന് പകരമായിട്ട് ഹി എന്നുള്ള ഒരു പ്രോനൗണാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി ഹി എന്നോ ഷീ എന്നോ പറയാൻ കഴിയാത്ത ജീവികൾ, ഡോഗ് barks,
എവറി ഡേ. അപ്പം ഡോഗ് എന്നുള്ളതിന് നമ്മൾ പകരമായിട്ട് ഇറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. മീൻസ് ഡസൻറ്റ് ഇറ്റ്, ഓക്കെ, ഡസൻറ്റ് ഇറ്റ് എന്നാണ്. ഡോഗ് ഡസ് നോട്ട് bark every day, does it? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ടെൻസിൽ ഉപയോഗിക്കണം. I have made this house for you. I have. Haven't I? Okay. I haven't made this house for you. Have I? ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഈ ടെൻസ് ക്വസ്റ്റ്യൻ ടാഗ് വെച്ച് ഉപയോഗിക്കുകയാണ്. ക്വസ്റ്റ്യൻ ടാഗ്, യെസ്, നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു സംശയ നിവാരണത്തിന് വേണ്ടി പറയുന്നതാണ്. പ്രത്യേകിച്ച് കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നതാണ്. യു ആർ എ ഗുഡ് ഗേൾ, ഇസ്ൻ്റ് ഇറ്റ്, ഓർ ഇസ്ൻ്റ് ഇറ്റ് എന്നാണ് ചോദിക്കുക. പക്ഷേ അത് നമ്മൾ ശരിക്കും ആറിൻറ്റ് യു എന്നാണ് കറക്റ്റ്. ഇസ്ൻ്റ് ഇറ്റ് എന്ന് പലപ്പോഴും പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അത് നമ്മൾ അങ്ങനെയല്ലേ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് അങ്ങനെയല്ലേ. അപ്പോൾ നമ്മളൊരു ആത്മവിശ്വാസക്കുറവ് എന്നുള്ളതല്ല, സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിലാണ് അത്. ഇസ്ൻ്റ് ഇറ്റ്, ഇറ്റ് ഈസ് വെരി ഗുഡ്, ഇസ്ൻ്റ് ഇറ്റ്, നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഈസ് ഇറ്റ്. സോ ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിന് വിൽ യു ഓർ വാണ്ട് യു എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അതാണ്, അത്തരം കാര്യങ്ങളാണ്. ഇനി ഒരു ലെറ്റസ് എന്ന് പറഞ്ഞത്, യെസ്, ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ഇപ്പം ലെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും ഷാൾ വി എന്നാണ് ഉപയോഗിക്കുന്നത്. ഷാൾ വി, യെസ്, വെരി ഗുഡ്, ഷാൾ വി, let us go for a walk, shall we? Yes. Let us not go for a walk, അതും shall we എന്നോ shall we എന്നോ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, let us not go for a walk, shall we. അപ്പോൾ let ഉപയോഗിക്കുമ്പോൾ നമ്മൾ shall വെച്ചാണ് ഉപയോഗിക്കുക. let us ഉപയോഗിക്കുമ്പോൾ shall എന്നും, let me എന്നാണെങ്കിൽ shall I എന്നും നമ്മൾ വെച്ച് ഉപയോഗിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഇത് മാത്രമേ ടാഗിൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ്, ബട്ട് ഇൻ മലയാളം is not so important.